നമസ്കാരം. എം.എ. യൂസഫ് അലിക്ക് നട്ടെല്ലിനുള്ള ശസ്ത്രക്രിയ നടത്തി. കേരളത്തിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല എന്നും അദ്ദേഹം വളരെ ആരോഗ്യവാനാണെന്നാണ് ഇവിടുന്ന് റിപ്പോർട്ട് നൽകിയിരുന്നത്. അതേപോലെ ലുലു ഗ്രൂപ്പിൻ്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞത് യാതൊരു അട്ടിമറി നീക്കങ്ങളും നടന്നിട്ടില്ല, ഹെലികോപ്റ്ററിന് തകരാറുണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായുള്ള കാലാവസ്ഥാ വ്യതിയാനം കാരണം, കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാരണം പെട്ടെന്ന് ലാൻഡ് ചെയ്തത് എന്നാണ്. എന്നാൽ അപ്പോൾ മുതൽ ധാരാളം ദുരൂഹതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് പലതും വന്നുകൊണ്ടിരുന്നത്. യൂസഫ് അലിയെ കൊല്ലാൻ ശ്രമം നടന്നിട്ടുണ്ടോ? യൂസഫ് അലിയെ അപായപ്പെടുത്താൻ ആസൂത്രണം നടന്നിട്ടുണ്ടോ? ഈ ചോദ്യം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ശക്തമായുള്ള പ്രചരണം നടക്കുന്നു. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, യൂസഫ് അലി പെട്ടെന്ന് കേരളത്തിലേക്ക് വരാൻ കാരണമെന്ത്? യൂസഫ് അലിക്ക് അബുദാബി ഗവൺമെൻറ് സിവിലിയൻ അവാർഡ്, അവിടുത്തെ ഏറ്റവും വലിയ അവാർഡ് കൊടുത്ത് ആദരിച്ച് അദ്ദേഹം പെട്ടെന്ന്, അതായത് 9-ാം തീയതിയാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം അവാർഡ് കഴിഞ്ഞ് പെട്ടെന്ന് കേരളത്തിലേക്ക് വരുന്നത്, സാധാരണ ലെവലിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നോർക്കയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാത്ത അദ്ദേഹം പെട്ടെന്ന് കേരളത്തിലെത്തുന്നു. കേരളത്തിലെത്തുന്നത് മാത്രമല്ല, വെറും 5 കിലോമീറ്റർ, കടവന്ത്രയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം കാറിൽ പോകുന്നതിന് പകരം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു. ഹെലികോപ്റ്ററിന് ആദ്യം വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഹെലികോപ്റ്ററിന് യന്ത്രത്തകരാറുണ്ടായിരുന്നു എന്നാണ്. യന്ത്രത്തകരാറ് കാരണം പെട്ടെന്ന് താഴേക്ക് പതിച്ചു എന്നാണ്, വലിയ ശബ്ദത്തോടെ പതിച്ചു എന്നാണ് സമീപവാസികൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 7ഓളം പേർ അതിൽ യാത്ര ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരികയുണ്ട്. 2 പൈലറ്റും കോപ്പൈലറ്റും, അതേപോലെ എം.എ. യൂസഫ് അലിയും ഭാര്യയും കൂടാതെ 3 പേര്. അതിൽ 2 പേര് മാത്രമാണ് വാഹനത്തിൽ കയറിയിട്ടുള്ള. ഒരാൾ വേറെ അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് എന്നുള്ള ദുരൂഹമായ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം ഇവിടെ വന്നാൽ കോവിഡ് പ്രകാരം അദ്ദേഹം ഇവിടെ ക്വാറന്റൈനിൽ കഴിയണ്ടേ? എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ യാത്ര ചെയ്തു, യാത്ര ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വന്നത്. അത് ഇവിടെയുള്ള പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ളതും, അതേപോലെ അദ്ദേഹം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോയതിലും വളരെ ദുരൂഹതയുണ്ടായി. ഇവിടെ എല്ലാ ചികിത്സാ സൗകര്യം, ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹത്തെ എന്തിനു കൊണ്ടുപോയി? ഇപ്പോൾ അബുദാബിയിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് ജർമ്മൻ ഡോക്ടറായ പ്രൊഫസർ ഡോക്ടർ ഷവാർ ബിയുടെ നേതൃത്വത്തിൽ 25 ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിന് വളരെ സുഖം പ്രാപിച്ചു വരികയാണെന്ന് ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ അറിയിക്കുകയും ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി ശസ്ത്രക്രിയ വിധേയനാക്കി അബുദാബി ബുർജിൻ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ വിധേയമാക്കി. അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ ഹോസ്പിറ്റലാണ് ഈ ബുർജിൻ ഹോസ്പിറ്റൽ. അപ്പം ഇവിടെ ഇത്രയും 25 ഡോക്ടർമാർ ചേർന്ന്, അതേപോലെ ജർമ്മൻ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. അത്രയും ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ എന്തോ ഒരു ദുരൂഹത ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാലാവസ്ഥയിലുണ്ടായുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും അന്ന് വലിയ മഴയോ അല്ലെങ്കിൽ കാറ്റോ മരട് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം. വെറും 5 കിലോമീറ്റർ യാത്രയ്ക്ക് എന്തിന് ഹെലികോപ്റ്റർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹതയുള്ളത്. കാറിൽ 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലം, ഹെലികോപ്റ്ററിൽ കയറി ഇറങ്ങി പോകണമെങ്കിലും കാറ് വേണം. അപ്പോൾ ഹെലികോപ്റ്റർ അല്ലാതെ എന്തുകൊണ്ട് യാത്ര ചെയ്തു? അന്നേ ദിവസം അദ്ദേഹം എത്തിയ ദിവസം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വൻ റെയ്ഡ് നടന്നിരുന്നു. അതിൽ ആ റെയ്ഡിൽ എറണാകുളത്തെ 4 ഹോട്ടലുകളിൽ നടന്ന 5 സ്റ്റാർ ഹോട്ടലിൽ നടന്ന റെയ്ഡിൽ മയക്കുമരുന്ന് പിടിച്ചിരുന്നു. കൊളംബിയയിൽ നിന്ന് മാരകമായ മയക്കുമരുന്നാണ് പിടികൂടിയത്. അതിൽ വിദേശി അടക്കമുള്ള ആളുകൾ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ വിധത്തിൽ വളരെ ദുരൂഹതകൾ ഉള്ള സമയത്താണ് യൂസഫ് അലി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തത്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. അദ്ദേഹം പുറത്തിറങ്ങാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു ഇത്രയും കുറേ കാലമായിട്ട്. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പേരാണെങ്കിൽ കൃത്യമായിട്ട്
എൻഫോഴ്സ്മെൻ്റ് രേഖകൾ വന്നിരിക്കുന്നു. നേരത്തെ കസ്റ്റംസിൻ്റെ എന്നുള്ള കേസിൽ സ്വപ്ന കൊടുത്ത ഹർജിയിൽ അവർ ഹാജരാക്കിയ ഡോക്യുമെൻ്റ് യഥാർത്ഥ രേഖയല്ലെന്നും മാറിപ്പോയതാണെന്നും ഒക്കെയുള്ള വിശദീകരണം കൊടുത്ത് അവർ താൽക്കാലിക സ്റ്റേ വാങ്ങിയിരുന്നു വാർത്തകൾ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഹൈക്കോടതികൾ കൊടുത്ത രേഖയിൽ ശിവശങ്കറും അതേപോലെ സ്വപ്നയും കൂടെയുള്ള ചാറ്റിൽ കൃത്യമായി യൂസഫ് അലിയുടെ പേര് വന്നിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട 2 പ്രതികളാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും അതേപോലെ സ്വപ്ന എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്രിമിനലാണ്. അവർ തമ്മിലുള്ള സംസാരത്തിൽ കൃത്യമായിട്ട് യൂസഫ് അലിയുടെ പേര് പറയുന്നുണ്ട്. എന്തായാലും കുറേ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. യൂസഫ് അലിയെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്? യന്ത്ര തകരാറ് കാരണമാണോ, അതല്ലെങ്കിൽ കരുതിക്കൂട്ടി ആരെങ്കിലും ഹെലികോപ്റ്റർ കേടുവരുത്തിയതാണോ എന്നെല്ലാം വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്നാൽ യൂസഫ് അലി ആകുമ്പോൾ ഇത്തരം അന്വേഷണങ്ങളെല്ലാം നടക്കുക പ്രയാസമാണ്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വാർത്ത പോലും കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയില്ല എന്നുള്ളതാണ് പ്രത്യേകത. എറണാകുളം ACJM കോടതി അദ്ദേഹത്തിനെതിരെ അന്വേഷണ ഉത്തരവിട്ടപ്പോഴും ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തപ്പോൾ പോലും ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു എന്നല്ലാതെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണം നടത്താനോ അതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാനോ കേരളത്തിലെ മുൻപന്തിയിലുള്ള ദൃശ്യ മാധ്യമങ്ങൾ തയ്യാറല്ല. എന്നാൽ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന വാർത്തകൾ അതേപടി പ്രസിദ്ധീകരിക്കുന്നതിൽ യാതൊരു വിരോധവും ഉണ്ടാവില്ല. ഞങ്ങളത് പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ ഇല്ലാത്ത കെട്ടിച്ചമച്ച വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യില്ല. അത് നീ ഒരു കോടതി സ്റ്റേ പറയുകയാണെങ്കിൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിക്കരുതെന്ന് മാത്രമേ ഉത്തരവിൽ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ചെയ്യില്ല. എന്നാൽ ശരിയായ വാർത്തകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്തോടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 19(1)A പ്രകാരം ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ യൂസഫ് അലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. യൂസഫ് അലി അപായപ്പെടുത്താൻ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഹെലികോപ്റ്റർ അപകടം ആസൂത്രണമാണോ, ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടാക്കിയതാണോ? ആരെങ്കിലും ഹെലികോപ്റ്ററിൽ അപകടം വരുത്തിയ യന്ത്രങ്ങളിൽ തകരാറ് വരുത്തിയതാണോ? ഒരു നിമിഷ നേരം കൊണ്ടാണ് അപകടം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ കുറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ആയ ഒരു പൈലറ്റ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ പോയിന്റിലേക്ക് എത്താൻ 1 മിനിറ്റോ 1 സെക്കൻഡോ മതിയായിരുന്നു. ആ 1 മിനിറ്റ് കൊണ്ടാണ് പെട്ടെന്ന് ആ ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുന്നത് കണ്ടതെന്നാണ് സമീപവാസികൾ പറഞ്ഞിട്ടുള്ളത്. ഭാഗ്യം കൊണ്ടാണ് യൂസഫ് അലി രക്ഷപ്പെട്ടുള്ളത് എന്നുള്ള കാര്യം സത്യമാണ്. എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ അന്വേഷണ വിധേയമാക്കുന്നില്ല. എന്നാൽ യൂസഫ് അലി സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറമേക്ക് യാത്ര ചെയ്യുന്നില്ല. അദ്ദേഹം 1.5 കൊല്ലമായി വീട്ടിൽ തന്നെ കഴിയുന്നു. ആരും അറിയാതെ പെട്ടെന്ന് വരുന്നു, ആരും അറിയാതെ പെട്ടെന്ന് പോകുന്നു. അങ്ങനെയുള്ള ദുരൂഹതകളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. എന്തായാലും ഇത് നമുക്കറിയാം. മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ മുത്തൂറ്റ് M. ജോർജ് കൊല്ലപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത് വളരെ ദുരൂഹമാണ്. അദ്ദേഹത്തിന് SFIയുടെ അന്വേഷണം വന്നിരുന്നു. 5000 കോടിയുടെ കള്ളപ്പണ ഇടപാടുമായി നരേഷ് ജെയിനിലെ കള്ളപ്പണ ഇടപാടുമായിട്ട് SFIO അന്വേഷണത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രത്യേക അവസ്ഥയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത്. ഇതുപോലുള്ള ഉന്നതരായ ബിസിനസ്സുകാർ പലരും ഈ വിധത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. യൂസഫ് അലിയെ പറ്റി ഞങ്ങൾക്ക് ചില ആരോപണങ്ങൾ ഞങ്ങൾ വന്ന് പ്രസിദ്ധീകരിച്ചിരിക്കാം. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന, അതേ സമയത്ത് ധാരാളം ദാനകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ് യൂസഫ് അലി എന്ന ഭാഗം കൂടി ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ചില തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ചിലർ ചൂണ്ടിക്കാണിക്കുകയില്ല. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങൾ ആരോപണം പറയുന്നുണ്ടെങ്കിൽ അത് യൂസഫ് അലി തിരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്, അല്ലാതെ അദ്ദേഹം ഏത് വിധത്തിൽ നശിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കാറില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. യൂസഫ് അലിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാം. നന്ദി, നമസ്കാരം.